ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു മുട്ടയും 2 നേന്ത്രപ്പഴവും നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടൊന്ന് ഉണ്ടാക്കി നോക്ക്. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മുട്ടയും 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇവിടെ കുറഞ്ഞ അളവിലേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ, ഇത്രയേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഈ ജാറിനകത്തോട്ട് നമ്മുടെ ആ ഒരു മുട്ട ഉണ്ടല്ലോ, അത് പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കട്ടെ. ഈ മുട്ട വലുതായതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ പഴത്തിൻ്റെ സൈസ് നിങ്ങൾ കണ്ടില്ലേ, ഒരു മീഡിയം വലിപ്പമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു മുട്ട മതിയാവും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പഴം ഉണ്ടല്ലോ, ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഏതെങ്കിലും ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ഇതുപോലെ റൗണ്ടിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് പഴുത്ത പഴം ആയാലും ഒന്നും പ്രശ്നമല്ല കേട്ടോ, അതാകുമ്പോൾ ഒന്നും കൂടെ നല്ലതാണ്. അപ്പം ഇതൊരു അത്യാവശ്യം പാകത്തെ പഴുത്ത പഴമാണ്. അപ്പം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഈ മിക്സിയുടെ ജാറിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് തേങ്ങയാണ്. തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതില്ലാന്നില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ തേങ്ങയൊന്നും ഇട്ടിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഞാനിവിടെ ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്കറിയാമല്ലോ, ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും വേണ്ട. ഇനി ഇതിലോട്ട് പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങളെ പഴം നല്ല മധുരമുള്ള പഴമാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. അതായത് നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ ചിലപ്പം പഞ്ചസാരയുടെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു മീഡിയം മധുരം ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഒരു മധുരമായിരുന്നു കേട്ടോ, ഒരുപാട് ഓവറായിട്ടില്ലായിരുന്നു. ഇനി എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 ഏലക്ക ചേർത്ത് കൊടുക്കുക കേട്ടോ. പൊടിയാണെങ്കിൽ പൊടി ഇട്ട് കൊടുത്താലും മതി, ഇല്ലാന്നുണ്ടെങ്കിൽ അരക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ വെള്ളമൊന്നും ചേർക്കാണ്ട് നന്നായിട്ട് അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പരുവത്തിൽ തന്നെ അരഞ്ഞ് കിട്ടും. പിന്നെ ഇതിലോട്ട് വെള്ളമോ കാര്യങ്ങളൊന്നും ചേർക്കേണ്ടതില്ല കേട്ടോ. അപ്പോൾ ഇതാ വെള്ളമൊന്നും കൂട്ടാണ്ട് തന്നെ കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് വേണ്ടത്. ലൂസായി പോയി കഴിഞ്ഞാൽ കുറച്ച് മൈദ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനിയൊരു പാൻ ചൂടാക്കുക. ഇതിനകത്തോട്ട് കുറച്ച് നെയ്യോ ബട്ടറോ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ അവിടെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. നെയ്യിൽ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നന്നായിട്ടൊന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ പാൻ കേക്കൊക്കെ ചെയ്തെടുക്കുന്ന ആ ഒരു വലുപ്പത്തിലുണ്ടല്ലോ, നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒട്ടും മൈദ ഒന്നും കൂട്ടാണ്ട് ഒഴിച്ച് കൊടുത്ത സമയത്ത് തിരിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ചെയ്തെടുത്തപ്പോൾ ഒരു 2 ടീസ്പൂൺ മൈദ, 2 ടീസ്പൂൺ മാത്രം മൈദ ചേർത്തിട്ടുള്ളൂ. അത് ചേർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തിരിച്ചിടാനൊക്കെ പറ്റി കേട്ടോ. ആദ്യം ചെയ്തെടുത്ത സമയത്ത് തിരിച്ചിടാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 1-2 ടീസ്പൂൺ മാത്രം മൈദ ചേർക്കുക കേട്ടോ. അതെന്നുണ്ടെങ്കിൽ തിരിച്ചിടാൻ വേണ്ടിയിട്ട് നല്ലൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം റെഡിയാക്കി എടുത്തപ്പോൾ മൈദ ചേർത്തിട്ടില്ലായിരുന്നു. ആ സമയത്ത് ഇതൊന്ന് തിരിച്ചും മറിച്ചിടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടി. പിന്നെ ചെയ്തപ്പോൾ ഒക്കെ കറക്റ്റായി. ഒരുപാട് മൈദ ചേർക്കരുത്, അങ്ങനെ ആകുമ്പോൾ അത്ര കണ്ട് ഹെൽത്തി അല്ല. മൈദ ചേർക്കാണ്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കി എടുക്കാൻ നോക്കുക. കുറച്ച് സമയം പാനിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്ന് വെച്ചാൽ മൈദ ചേർക്കണം എന്നില്ല. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും എന്തായാലും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. മുമ്പ് ഇത് ഉണ്ടാക്കി നോക്കിയവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ കേട്ടോ. അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കണം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.